ബുക്കിംഗ് ഫീസ് 5000 രൂപ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ബാക്കി പൈസ എത്ര ഇരുന്നാലും ഇനി നമ്മളെ കയ്യിൽ വെച്ചിരിക്കുന്നതാണ് നല്ലത്. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഞാൻ ഇടയ്ക്ക് വെച്ച് പറഞ്ഞു എനിക്ക് വണ്ടി ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞു എൻ്റെ പഴയ വണ്ടിയെങ്കിലും തന്നാൽ മതി, ഞാനത് ഓടിച്ചിറന്നോളാം. കാരണം എനിക്കത് ഓക്കെ ആയിരുന്നു, നല്ല വണ്ടിയായിരുന്നു. ഒരു 17-18 കിലോമീറ്റർ കിട്ടുമായിരുന്നു. ഈ സിറ്റി ഓടുമ്പോൾ 10-12 കിട്ടത്തുള്ളൂ. അപ്പോൾ എങ്ങനെ വന്നാലും എനിക്ക് ഡെയിലി യൂസിന് അതിൻ്റെ ആവശ്യമുള്ളൂ. ചെറിയ വണ്ടിയാണ്, ഇത്രയും വലിയ വണ്ടി ഓടേണ്ട ആവശ്യം യഥാർത്ഥമില്ല. ഞാൻ ഒറ്റയ്ക്കായിരിക്കും ഞാൻ ട്രാവൽ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ വാഗണാർ ഓക്കെ ആയിരുന്നു. അപ്പോൾ അതൊരു കേസ്. പിന്നെ ഈ രജിസ്ട്രേഷനെ കുറിച്ചോ ഇൻഷുറൻസ് എത്ര ആവുന്നതിനെ കുറിച്ചോ, ഇൻഷുറൻസ് ഇപ്പോൾ അവിടെ അയ്യോ അതതിനേക്കാൾ തമാശയാണ്. ഇൻഷുറൻസ് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ലിസ്റ്റ് അയച്ചു തന്നു, ഇതുമായി ബന്ധപ്പെട്ട് ആവുന്ന ചാർജസ് എല്ലാം കൂടെ. ഇതെല്ലാം കൂടെയാണ് ഇത് ലോണായിട്ട് അങ്ങോട്ട് കൊടുത്തത്. മനസ്സിലായി. അപ്പോൾ അതിനകത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ 55000 രൂപയായിരുന്നു. 55000 രൂപയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇത്ര വില കൂടുതൽ എനിക്ക് തോന്നി. ഇപ്പം ഞാൻ അന്വേഷിച്ച് അവസാനം ഞാൻ ഇൻഷുറൻസ് 38000 രൂപയ്ക്കാണ്. ഞാൻ പറഞ്ഞു ഞാൻ പുറത്തുനിന്ന് എടുത്തോളാം എന്ന് പറഞ്ഞു. ഇതിപ്പോൾ പുറത്തുനിന്നാണ് എടുത്തത്? ഞാൻ പുറത്തുനിന്ന് എടുത്തത്. 38000. അങ്ങനെയെങ്കിലും ഒരു 10-20 എനിക്ക് ലാഭം കിട്ടട്ടെ എന്ന് ഞാൻ ചെയ്തതാണ്. മനസ്സിലായി. കാരണം ഇവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. എങ്ങനെയെങ്കിലും നമ്മളെ നിന്ന് പൈസ ഒപ്പിക്കുക എന്നുള്ളതല്ലാതെ അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. അങ്ങനെ 2026 ജനുവരി 25 കൊടുത്ത കാറ് ഇതുവരെ എനിക്ക് തിരിച്ചു കിട്ടിയതുമില്ല. അതിനിപ്പോൾ അവരൊരു വണ്ടി കിട്ടിയതുമില്ല. ഞാനിപ്പോഴിങ്ങനെ അന്വേഷിച്ചിങ്ങനെ വെയിറ്റിംഗ്. അതെ, മുകളിലായി. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 4 മാസമായി. ഈ 4 മാസമായിട്ടും എനിക്കൊരു വണ്ടിയില്ല. നല്ലൊരു വണ്ടി എടുക്കണമെന്നുള്ള ആഗ്രഹം വെച്ചാൽ നമ്മളിതിൻ്റെ വെയിറ്റിംഗ് എന്ന് പറഞ്ഞത് ഒരു വെയിറ്റിംഗ് തന്നെയാണ്. അതെ, ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ വാഗണാറിൽ എനിക്ക് തോന്നുന്നു 17-18 മൈലേജ് കിട്ടുമായിരുന്നു. സിറ്റിയിൽ എന്ന് പറയുമ്പോൾ 12 മാക്സിമം. ഈ 4 മാസം ചേട്ടാ സിറ്റി ഓടിച്ച് എത്ര രൂപയ്ക്ക് പെട്രോൾ? അത് ഞാൻ പറയും ശരാശരി 2500 കിലോമീറ്റർ ഓടും. അതെ, ഉറപ്പാണ്. അതെ, 1 ലിറ്ററിൽ 10-12 ഓടിയാൽ തന്നെയും എനിക്ക് ഏകദേശം ഒരു 20000 രൂപ മാസം ഇതിന് പെട്രോളിനത്തിലാവും. അത് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുക്കാൻ പോയത്. പക്ഷേ എൻ്റെ അനുഭവം ഇതാണ്. അതുകൊണ്ട് പുതിയ വണ്ടി വാങ്ങിക്കുന്നവർ 1-2 കാര്യങ്ങൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ലതായിരിക്കും എന്ന് എനിക്ക് പറയണം തോന്നി. അതുകൊണ്ടാണ് നിൻ്റെ അടുത്ത് ഞാൻ ഡിസ്കസ് ചെയ്തത്.